ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ഇപ്പോൾ പാകിസ്ഥാനിലേക്കാണ്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ജമ്മുകശ്മീരിലെ പുൽവാമയിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ ഭാഗമായ ആദിൽ അഹമ്മദ് ധർ സൈനികർക്ക് നേരെ ചാവേർ ആക്രമണം നടത്തിയത്. 44ഓളം വരുന്ന ഇന്ത്യൻ സൈനികർ അവിടെ കൊല്ലപ്പെട്ടു അതിക്രൂരമായി. ഏതാണ്ട് അതേ സമയത്തു തന്നെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും ഇതുപോലെ പാകിസ്ഥാൻ പിന്തുണയോടെ ഭീകരാക്രമണം നടത്തുകയും 27ഓളം വരുന്ന അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു, തീവ്രവാദ സംഘടനകളെ പാലൂട്ടി വളർത്തുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇറാൻ, ഇന്ത്യ ഈ 2 രാജ്യങ്ങളിലേക്കും ഏതാണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തിന് അവർ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. ആഗോളതലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നടപടികൾ, നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ടാണ് സൗഹൃദ രാഷ്ട്ര പദവിയിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കുകയും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്. പാകിസ്ഥാന്റെ പിന്തുണയോടെയാണ് നടത്തിയത് എന്ന് തെളിവ് നൽകൂ വേണമെങ്കിൽ പാകിസ്ഥാൻ പിന്തുണച്ചിട്ടില്ല എന്നൊക്കെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ സേനയുടെ ഭാഗത്ത് പാകിസ്ഥാൻ ആശുപത്രിയിൽ നിന്നാണ് ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസർ ഫോൺ സംഭാഷണങ്ങൾ നടത്തി ഇതൊക്കെ പദ്ധതി ഇട്ടത് എന്നുള്ളതിന്റെ തെളിവുകൾ ഇന്ത്യൻ സേനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ആ ന്യായങ്ങൾ ഇവിടെ വിലപ്പോകുന്നതല്ല. അതുമാത്രമല്ല, ചരക്ക് തീരുവ കൂട്ടി തിരിച്ചടി കൊടുക്കാനും ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. മറ്റ് രാഷ്ട്രങ്ങളോടും ഇന്ത്യ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വരെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നു. അമേരിക്ക വൈറ്റ് ഹൗസിൽ നിന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകരുത് എന്നൊക്കെ ആവശ്യപ്പെട്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള ഉറപ്പാണ്. ഇറാനും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു പാകിസ്ഥാന്, ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇനി നിന്നു കൊടുക്കരുത്, ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന്. അവരുടെ കൊല്ലപ്പെട്ട 27 സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥരുടെ ജീവന്റെ വില അവർ എന്തായാലും തിരിച്ചടിച്ച് നേടുമെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പറയുമെങ്കിലും അടിക്ക് തിരിച്ചടി ഉടൻ തന്നെ കൊടുക്കാറില്ല. നമ്മളൊന്ന് തീരുമാനമെടുത്ത് സർവകക്ഷി യോഗമൊക്കെ ഇപ്പോഴത്തെ പോലെ കൂടി സാഹചര്യം ഒന്ന് ഇണങ്ങി വന്നാൽ മാത്രമേ ഒരു തിരിച്ചടി ഉണ്ടാവുള്ളൂ. അത് ശക്തമായ ഒരു അടി ആയിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അടിക്ക് മറു അടി അപ്പോൾ തന്നെ കൊടുക്കണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു നയത്തിലാണ് ഇറാൻ എന്ന രാജ്യം മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ത്രിശങ്കു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് ഇന്ത്യ, മറുഭാഗത്ത് ഇറാൻ. 2 ഭാഗത്തു നിന്നും തിരിച്ചടികൾ എപ്പോഴും വേണമെങ്കിലും ഉണ്ടായേക്കാം. 2 രാജ്യവും ഒരുമിച്ച് തിരിച്ചടിച്ചേക്കാം. ആഗോള തലത്തിലായാലും മറ്റ് രാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ എല്ലാം ഇടയിലാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയായ സുഷമ സ്വരാജ് ഇറാനിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു. ത്രിരാഷ്ട്ര സന്ദർശനത്തിനിടെയാണ് അവർ ഇറാനിൽ എത്തിയിരിക്കുന്നത്. ഇറാനിലെ ഫോറിൻ മിനിസ്റ്ററിയുമായി അവർ കൂടിക്കാഴ്ച നടത്തുകയും ഫോറിൻ മിനിസ്റ്ററുമായി സംസാരിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും ഒന്നിച്ച്, ഇറാനും ഇന്ത്യയും ഒന്നിച്ച് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുമെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇനി ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൊടുക്കരുതെന്ന് വാണിംഗ് കൊടുക്കാനുമാണ് ഇവരുടെ സന്ദർശനത്തിൽ അന്തിമ ഫലത്തിൽ പറയുക. ഇപ്പൊ വാർത്തകൾ പുറത്തു വരുന്ന അനുസരിച്ച് 2 രാജ്യങ്ങളും സംസാരിച്ചതും അതുതന്നെയാണ്. കൂടിക്കാഴ്ചയിൽ പ്രധാന വിഷയവും അതുതന്നെയായിരുന്നു, പാകിസ്ഥാനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളത്. പാകിസ്ഥാൻ ഒന്ന് കരുതിയിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ത്യയും തിരിച്ചടിക്കും, ഇറാനും തിരിച്ചടിക്കും. ഈ 2 രാജ്യങ്ങളും ഒന്നിച്ച് തിരിച്ചടിച്ചാൽ അത് താങ്ങാനുള്ള കെൽപ്പ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായേക്കില്ല.